أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ എന്നല്ല ഇന്ത്യൻ സമൂഹത്തിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട അതിന്റെ ദീനീപരവും ചരിത്രപരവും നാഗരികവും സാംസ്കാരികവുമായ ചില വശങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേട്ട് പരിചയിച്ച വാക്കാണ് വഖഫ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ദീനീ വശങ്ങളെ സംബന്ധിച്ച് പൊതുവെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടി വരാറില്ല. അത്തരമൊരു സാഹചര്യം പൊതുവെ ഉണ്ടാകാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു സാമാന്യ ധാരണ തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില പ്രാഥമിക കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ എന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഈ ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനമാണ് കഅബ എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അവിടെ വുദിഅ എന്നാണ് പറയുന്നത്, സ്ഥാപിക്കപ്പെട്ട. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ആ കഅബ എന്ന് പറയുന്ന ഭവനം അതാണ് ലോകത്ത് ആദ്യമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉണ്ടായ കെട്ടിടം. ആ കെട്ടിടം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെയുമുള്ള കാലഘട്ടത്തിലെ അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് ആരാധനകൾ നടത്തുവാനും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ബന്ധിപ്പിക്കുവാനുമുള്ള ഒരു കേന്ദ്രമായിട്ട് സകലകാലത്തേക്കുമായി അള്ളാഹു സ്ഥാപിച്ചതാണ് എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിലെ ഒന്നാമത്തെ വഖഫായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തിട്ടുള്ള ലോക ചരിത്രത്തിലെ തന്നെ ഒന്നാമത്തെ വഖഫായിട്ടാണ് ഈ കഅബ മനസ്സിലാക്കപ്പെടുന്നത്. ആ വുദിഅ എന്ന് പറഞ്ഞ വുഖിഫ എന്ന് കൂടിയാണ് അതിന്റെ ആശയം. അദ്ദേഹം അത് ഉണ്ടാക്കുക മാത്രമല്ല, ഉണ്ടാക്കിയ സ്ഥാപനം, ഭവനം അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി വഖഫ് ചെയ്ത സ്ഥാപനമാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുമായുള്ള അടുപ്പവും ലക്ഷ്യം വെച്ചുകൊണ്ട് സത്യവിശ്വാസികൾ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാനധർമ്മമാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് എന്ന ആ വാക്കിന്റെ അർത്ഥം ഒരു മൂലവസ്തുവിനെ എല്ലാ തരത്തിലുള്ള വിനിമയങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തി അതിന്റെ പ്രയോജനത്തെ അനുവദനീയമായ മാർഗങ്ങളിൽ ചെലവഴിക്കുക എന്നാണ് വഖഫ് എന്ന വാക്കിന്റെ ഇസ്തിലാഹിയായ, സാങ്കേതികമായ, ഇസ്ലാമികമായ അതിന്റെ അർത്ഥം. ഒരു മൂലവസ്തു, ഒരു സാധനം, ഒരു കെട്ടിടം, ഒരു പറമ്പ്, അതുപോലുള്ള ഒരു വസ്തു, ആ വസ്തുവിനെ വിൽപ്പന നടത്താനോ വേറെ ഏതെങ്കിലും തരത്തിൽ കൈമാറ്റം ചെയ്യാനോ പറ്റാത്ത വിധത്തിൽ തടഞ്ഞു നിർത്തുക. ഒരിക്കലും അത് എന്ത് ചെയ്ത് വിൽക്കാൻ പാടില്ല, കൈമാറാൻ പാടില്ല, മാറ്റാൻ പാടില്ല എന്ന വ്യവസ്ഥയിൽ നിലനിർത്തുകയും ആ വസ്തുവിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഒരു വീട് വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വീട് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ആദായം ഏറ്റവും നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മേഖലകളിൽ അതിന്റെ ആദായം ഉപയോഗിക്കുക. അപ്പൊ ഒരു മൂലവസ്തു, ആ മൂലവസ്തുവിന്റെ ക്രയവിക്രയം എടുത്തു കളഞ്ഞുകൊണ്ട്
പിന്നെ അതിന്റെ പ്രയോജനത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നാണ് വഖഫ് എന്ന വാക്കിന്റെ അർത്ഥം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറ ആൽ ഇംറാനിലെ ആയത്ത് ഇറങ്ങിയപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയാം, ഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്വത്തുക്കളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് ബൈറുഹ എന്ന തോട്ടമാണ്. ഇന്നഹ സദഖത്തുൽ ലില്ലാഹി. തീർച്ചയായും അത് അള്ളാഹുവിനുള്ള സദഖയാണ്. ഞാനത് അള്ളാഹുവിന് സദഖ ചെയ്യുക. അർജു ബിർറഹ വദുഖ്റഹ ഇൻദല്ലാഹ്. ആ തോട്ടം വഴിയുള്ള പുണ്യം, അത് ഞാൻ സദഖ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന പുണ്യവും അതിനെ ഒരു നിക്ഷേപമായിട്ട് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു നിക്ഷേപമായിട്ടും ഞാൻ അത് മാറ്റാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ അത് വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എന്ന് അദ്ദേഹം പറയാം. അതുകൊണ്ട് ആ സ്ഥലം, ആ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ കൊടുക്കുന്നതോടുകൂടി അത് എനിക്കൊരു സദഖയാണ്, ഒരു പുണ്യമാണ്. അതോടൊപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഖ്റാണ്, നിക്ഷേപമാണ്. ഇപ്പൊ നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുക, പണം നിക്ഷേപിക്കുക അതൊക്കെ പറയല്ലോ. ആ നിക്ഷേപം എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭാവി ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതിയായി നമ്മളവിടെ നേരത്തെ മാറ്റി വെക്കുക ചെയ്യും. ദുഖ്റ്. ഈ നേരത്തെ മരിച്ചു പോകുന്ന കുട്ടികളൊക്കെ മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയിൽ പിന്നെ അവരെ, ആ മക്കളെ, മരിച്ചുപോയ ഞങ്ങളുടെ മക്കളെ നീ ഞങ്ങൾക്കൊരു ദുഖ്റായിട്ട്, ഒരു നിക്ഷേപമായിട്ട് അള്ളാഹുവെ നീ സ്വീകരിക്കണമേ എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു നിക്ഷേപം, അപ്പൊ അങ്ങനെ ഒരു നിക്ഷേപമായി ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് റസൂലെ അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് വിനിയോഗിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദേഹത്തോട്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ സ്വത്ത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ എളാപ്പയുടെ മക്കൾക്കും ഒക്കെയായി ആ സ്വത്ത് വഖഫ് ചെയ്തു എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് ഖൈബറിൽ കുറച്ച് ഭൂമി കിട്ടിയിട്ടുണ്ട്. ആ ഭൂമി എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില പിടിച്ച ഭൂമിയാണ്. അതിനേക്കാൾ വില പിടിച്ച ഒരു ഭൂമി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആ സ്വത്ത് എന്ത് ചെയ്യണം എന്ന് നിങ്ങളൊന്ന് പറയൂ, നിങ്ങളുടെ ഉപദേശം ഞാൻ തേടുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറയുന്ന മറുപടി, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ സ്വത്ത് അതിന്റെ മൂലം നിങ്ങൾ തടഞ്ഞു വെക്കുക. എന്ന് പറഞ്ഞാൽ ആ സ്വത്ത് ക്രയവിക്രയം ചെയ്യാതെ അത് അങ്ങനെ തന്നെ നിലനിർത്തുക, ഭൂമി അങ്ങനെ തന്നെ നിലനിർത്തുക. എന്നിട്ട് ആ ഭൂമിയെ നിങ്ങൾ സദഖ ചെയ്യുക. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അത് സദഖ ചെയ്തു. അതെങ്ങനെയാണ്? അപ്പൊ സദഖ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഒരിക്കലും വിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെ അനന്തരമായിട്ട് ഈ വഖഫ് ചെയ്യുന്ന ആളുടെ മക്കൾക്കോ അതുപോലുള്ള ആളുകൾക്കോ കൊടുക്കൂല. അതേപോലെ തന്നെ വേറെ ആർക്കെങ്കിലും ദാനമായി കൊടുക്കാനോ പറ്റാത്ത വിധത്തിൽ പൊതുമുതലായി എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ അത് മാറ്റിവെക്കുന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടി ഒരു നിക്ഷേപം എന്ന നിലയിൽ അത് നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പാവങ്ങളായ ആളുകള്, അദ്ദേഹത്തിന്റെ ബന്ധുക്കളായ ആളുകള്, അതേപോലെ തന്നെ അടിമത്ത മോചനം ആഗ്രഹിക്കുന്ന ആളുകള്, ഫീ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തില്, അതേപോലെ തന്നെ വഴിയാത്രക്കാരായ ആളുകള്, വിരുന്നുകാരായ ആളുകൾ, ഇതുപോലുള്ള ആളുകളുടെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു. ഇതാണ് ആ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത ഈ വഖഫാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ വഖഫായി പൊതുവെ അറിയപ്പെടുന്നത് എന്നാണ് പിന്നെ നമ്മൾക്ക് രേഖകളിൽ നിന്ന്, പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണ് ഈ വഖഫ് എന്ന് പറയുന്ന സംഗതിയുടെ പ്രചോദനം എന്നതാണ് അടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ. ആ പ്രചോദനം
ഇപ്പൊ നമ്മള് സാധാരണ ഒരു സദക്ക കൊടുക്കുമ്പോ, കുറച്ച് പൈസ കൊടുക്കുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുമ്പോ അത് അതിന്റെ പ്രയോജനം തത്സമയം കഴിഞ്ഞു പോവുക ചെയ്യുന്നത്. പൊതുവെ തത്സമയം കഴിഞ്ഞു പോവുക. ഇങ്ങനെ വഖഫ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ മൂലവസ്തു എത്ര കാലം നിലനിൽക്കുന്നുവോ ആ നിലനിൽക്കുന്ന കാലത്ത് എത്ര കണ്ട ആളുകൾക്ക് അത് പ്രയോജനപ്പെടുന്നുവോ ആ പ്രയോജനപ്പെടുന്നതിന്റെ പുണ്യം മുഴുവനും ആർക്ക് കിട്ടും? ഈ വഖഫ് ചെയ്ത ആൾക്ക് കിട്ടും. അപ്പൊ നമ്മള് നമ്മുടെ ഈ വീടുകള്, നമ്മൾ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങള്, നമ്മൾ ഉണ്ടാക്കുന്ന അതുപോലുള്ള ചില സ്ഥലങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രയോജനത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു ഉദാഹരണമാണോ ഉണ്ടായത് 63-ൽ 64-ലോ മറ്റോ ആണെന്ന് എന്റെ ഓർമ്മ. ഏതായാലും ആ ഉണ്ടായ ആ ഒന്നാമത്തെ പ്രവൃത്തി ദിനം എന്നായിരുന്നോ ആ ഒരൊറ്റ ദിവസം കൊണ്ട് മുതലായ സ്ഥാപനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? അതിന്റെ പ്രയോജനം അത്രയും ഒറ്റ ദിവസം കൊണ്ട് ആളുകൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അതിനുശേഷം എത്ര കൊല്ലായി? ഇപ്പോ 2025 ആകുമ്പോഴേക്ക് എത്ര കൊല്ലായി? ആ ഓരോ ദിവസവും അവിടെ വന്നു പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ ആ കെട്ടിടവും അതിന്റെ കല്ലും അതിന്റെ സിമെന്റും അവിടുത്തെ സൗകര്യവും അവിടുത്തെ ആളുകളും അവിടുത്തെ OP റൂമുകളും മറ്റു റൂമുകളും അഡ്മിറ്റ് ആയി കിടക്കുന്ന സ്ഥലം, ഇത് മൊത്തം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, അവിടെ ഒരു ദിവസം നമ്മൾ പോയി നോക്കിയാൽ എല്ലാം കൊണ്ടും മുതലായ ഒരു സ്ഥാപനം എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മൾ ഈ ഒരാൾക്ക് ഒരു പൈസ കൊടുക്കുന്നതും താൽക്കാലികമായി അതിന്റെ അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതും ഒരാളുടെ ആവശ്യം സ്ഥിരമായി പരിഹരിക്കപ്പെടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ സ്ഥിരമായി പരിഹരിക്കപ്പെടുക, ആ പരിഹരിക്കപ്പെടുന്നതിലൂടെ ഈ വഖഫ് ചെയ്ത ആൾക്ക് അതിന്റെ പ്രയോജനം ദുനിയാവിലും നാളെ പരലോകത്ത് പ്രത്യേകിച്ചും കിട്ടുക എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് വഖഫ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സദഖത്തുൻ ജാരിയ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന സദഖത്തുൻ ജാരിയ, തുടർന്നും ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന സദഖ. ജാരിയ എന്ന് പറയുമ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ഓടിക്കൊണ്ടിരിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന എന്നൊക്കെയുള്ള അതിന്റെ അർത്ഥം. അതായത് ഈ സദഖ തീരുന്നില്ല, ആ സദഖ ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ അർത്ഥത്തിൽ ഈ ഒരു നേരത്തെ പറഞ്ഞ ലന്തനാലുൽ ബിർറ എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള പ്രോത്സാഹനം കൊടുത്തപ്പോ, അതേപോലെ തന്നെ പ്രമുഖരായ സഹാബികൾ ആ വിഷയത്തിൽ മുന്നോട്ട് വന്നപ്പോ ഇസ്ലാമിക സമൂഹത്തിൽ വമ്പിച്ച തോതിലുള്ള ഒരു ഉണർവ് ആ മേഖലയിൽ ഉണ്ടാവുകയും അന്ന് മുതൽ ഇന്ന് വരെയും ഇത് ഒരു മഹാപ്രസ്ഥാനമായി, അതായത് ആളുകള് കോടാനുകോടി ഉറുപ്പിക സദഖായിട്ടും സംഭാവനയായിട്ടും സക്കാത്തായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നതിന് പുറമെ ഒരു പ്രത്യേകമായ ഒരു ആത്മീയ പുണ്യകർമ്മമായി വഖഫ് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുകയും നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അബൂ ദഹ്ദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയാം, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ 600 ഈത്തപ്പനകളുണ്ട്. 600 ഈത്തപ്പന. അതോ നഖ്ല മുസ്മിറ, നന്നായി ഫലം കായ്ക്കുന്ന ഈത്തപ്പനകളാണ്. അത് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് അദ്ദേഹം പറയണ്ടേ. എപ്പോഴാണ്? അള്ളാഹുവിന് നല്ല കടം കൊടുക്കാൻ ആരുണ്ട് എന്ന ആയത്ത് സൂറത്തുൽ ബഖറയിലെ 245 ഇറങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹം വന്നിട്ട് റസൂലിനോട് പറയാൻ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ 600 ഈത്തപ്പനകളും കായ്ക്കുന്ന ഈത്തപ്പനകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്തു. അതേപോലെ തന്നെ മുഹൈരീഖ് എന്ന് പറയുന്ന ഒരു യഹൂദി, അയാൾ യഹൂദിയാണ്. അയാൾ ഉഹുദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞിരുന്നു, എനിക്ക് എന്റെ സമ്പത്തുക്കൾ മുഴുവൻ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായ ആളുകൾക്ക് വസിയത്ത് കൊടുത്താണ്.
എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വത്തുക്കൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കണം. ആ സ്വത്തുക്കൾ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു കൊള്ളും എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പൊ ഒരു യഹൂദി, ആ യഹൂദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വിധം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ തന്റെ സ്വത്തുക്കൾ കൊടുക്കുകയുണ്ടായി. ഇതൊരു വഖഫായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് മുസ്ലിം ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വത്തെ അങ്ങനെ ആ ആളുകൾ ഏൽപ്പിച്ചാൽ അത് നമുക്ക് ഏറ്റുവാങ്ങുകയും അത് ആ രീതിയിൽ വഖഫായിട്ട് വെക്കുകയും ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഈ മതപരമായ ഒരു പ്രാധാന്യം. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്ന് വരെ ലോകത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട വഖഫിന്റെ വിനിയോഗ രീതികൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലോക ചരിത്രത്തിൽ ഒരൊറ്റ സമൂഹത്തിലും കാണാത്ത വിധത്തിലുള്ള വമ്പിച്ച നാഗരികവും സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള അതിനുമപ്പുറം പല മേഖലകളിലേക്കും വ്യാപിച്ചു നിൽക്കുന്ന വിധത്തിലുള്ള വമ്പിച്ച തരത്തിലുള്ള ഇടപെടലുകൾ, സാമ്പത്തിക വിനിയോഗങ്ങൾ, നാഗരികമായ പുരോഗതികൾ, സാംസ്കാരികമായ ഉയർച്ചകൾ ഈ വഖഫ് മുഖേന ഉണ്ടായിട്ടുണ്ട്, വികസിപ്പിച്ചെടുക്കാൻ ഇസ്ലാമിന് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് വിശദമായ ഒരു മേഖലയാണ്. നമ്മളത് കൂടുതൽ അന്വേഷിച്ച് പഠിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ചില സൂചനകളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ വഖഫ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സാധാരണ പള്ളിയുടെ നടത്തിപ്പ്, മദ്രസയുടെ നടത്തിപ്പ്, അതേപോലെ തന്നെ മദ്രസ അധ്യാപകരുടെ അല്ലെങ്കിൽ പള്ളി ജീവനക്കാരുടെ ശമ്പളം വകയിലുള്ള ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വഖഫ്, പിന്നെന്താണ് അതുപോലുള്ള ചില മതപരം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്ന് പറഞ്ഞാൽ വെറും ആത്മീയം എന്ന് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്ന അത്തരം മേഖലകളിലാണ് വഖഫ് എന്ന ഒരു ധാരണയാണ് പൊതുവെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക. എന്നാൽ ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക വളരെ വിസ്മയകരമായ, വളരെ അത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അതിൽ ചിലത് ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ്. അത് ഓരോ സ്ഥലത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏത് നാട്ടിൽ, എവിടെ, ഏത് കാലത്ത്, ഏത് ഖലീഫമാരുടെ, ഏത് സുൽത്താൻമാരുടെ കാലഘട്ടത്തിലാണ് എന്നതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഈ വിഷയങ്ങൾ മാത്രമേ പറയുന്നു. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്, ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകൾക്ക്, സാമ്പത്തിക ശേഷി ഇല്ലാത്തതിന്റെ പേരിൽ ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ മാത്രമായി ഇസ്ലാമിക ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആളുകൾ വഖഫ് ചെയ്തിരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പൊ അത് പോകാൻ പറ്റാത്ത പാവങ്ങളായ ആളുകൾക്ക് അതിൽ നിന്ന്, ആ വഖഫിൽ നിന്ന് പണം കൊടുത്ത് അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇതാണ് കാണുന്ന ഒന്ന്. രണ്ടാമത്തത്, നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു രീതി ഉണ്ട്. നമ്മളെ നാട്ടിൽ പള്ളികൾക്ക് കൊടുക്കും, സ്ഥാപനങ്ങൾക്ക് കൊടുക്കും, കോളേജുകൾ നടത്താൻ കൊടുക്കും ഒക്കെ ഇങ്ങനെ പരിമിതമായ 2, 3, 4 മേഖലകളിൽ നമ്മൾ കാണുള്ളൂ. പക്ഷെ ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെയല്ല. രണ്ടാമതായി നമ്മൾ കാണുന്നത്, പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി, അവർക്ക് മാന്യമായ ഒരു വൈവാഹിക ജീവിതത്തിന് അവസരം ഉണ്ടാക്കാൻ വേണ്ടി, ആ ആവശ്യത്തിന് മാത്രം എടുക്കാൻ വേണ്ടി വഖഫ് സ്വത്തുക്കൾ ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്നു. അപ്പൊ അതിലെ വരുമാനം ഉപയോഗിച്ച് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇത് പല ഖലീഫമാരും പല സുൽത്താൻമാരും ചെയ്തതായിട്ട് കാണാൻ പറ്റും. മൂന്നാമതായി നമ്മൾ കാണുന്നത്, ശത്രുക്കളുടെ പിടിയിൽപ്പെടുന്ന മുസ്ലിങ്ങളായ ബന്ദികളായ ആളുകൾ, ഇപ്പൊ പട്ടാളക്കാര്, അതുപോലുള്ള ആളുകൾ, അതേപോലെ തന്നെ ശത്രുക്കൾ പിടിച്ചു വെക്കുന്ന സ്ത്രീകളോ കുട്ടികളോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അവരെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി വഖഫ് സ്വത്ത് പ്രത്യേകം അതിനു വേണ്ടി മാത്രം വഖഫ് ചെയ്തിരുന്നു. അതായത് കുറെ ആവശ്യത്തിന് വേണ്ടി വഖഫ് ചെയ്തു, അതിന്റെ ഒരു ഇനം ബന്ദികളെ അങ്ങനല്ല, ബന്ദികളെ മോചിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ചില ആളുകൾ എന്ത് ചെയ്തിരുന്നോ, വഖഫ് സ്വത്ത് വിട്ടുകൊടുത്തിരുന്നു. അതേപോലെ തന്നെ നാലാമതായി നമ്മൾ കാണുന്നത്, വഴിപോക്കന്മാരായ ആളുകൾ, ദൂരദേശങ്ങളിൽ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ, അവരെയാണ് നമ്മൾ
പിന്നെ മിക്കവാറും കാൽനട ആയിട്ടോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പുറത്തൊക്കെ കയറി യാത്ര ചെയ്യുന്ന ആളുകൾ, അബുനാഉ സബീൽ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അത്തരം ആളുകൾക്ക് ഒരു നാട്ടിൽ നിന്ന്, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾ പാകിസ്ഥാനിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ പാകിസ്ഥാനിൽ എത്തുമ്പോൾ പിന്നെ ഈ വന്ന ആളുകൾക്ക് ആവശ്യത്തിന് വേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളും ഭക്ഷണവും താമസസ്ഥലം ഇതിനു വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ എന്തുണ്ടായിരുന്നു? വഖഫ് ഭൂമികൾ ഉണ്ടായിരുന്നു, വഖഫ് സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ അവർ ഇറാനിലേക്ക് പോവുകയാണെങ്കിൽ ഇറാനിൽ അതിന്റെ സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് വേണ്ട, ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ ആ തരത്തിലുള്ള ആശങ്കകൾ അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അതിനാവശ്യമായ വഖഫുകൾ അന്നുണ്ടായിരുന്നു. അഞ്ചാമത്തത്, റോഡുകൾ ഉണ്ടാക്കുക, വഴികൾ ശരിപ്പെടുത്തുക പോലുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് വഖഫുകൾ ചെയ്തിരുന്നു. അത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലത്തും അതുപോലെ തന്നെ അതിനു മുമ്പുള്ള ഖുലഫാക്കളുടെ കാലങ്ങളിലൊക്കെ തന്നെ അത്തരം സംവിധാനങ്ങൾ ഉണ്ടായതിന്റെ രേഖകൾ നമുക്ക് കാണാൻ പറ്റും. ആറാമതായി കാണുന്നത് റോഡുകൾ ഉണ്ടാക്കുക, വഴികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഈ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ രണ്ട് ഭാഗങ്ങളിലും നടപ്പാത, ഫുട്പാത്ത് ഉണ്ടാക്കും. ഈ ഫുട്പാത്ത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചില ആളുകൾ എന്ത് ചെയ്തിരുന്നു? വഖഫ് ചെയ്തിരുന്നു. അതാണ് രസം. കാൽനട യാത്രക്കാരുടെ ആവശ്യത്തിന് വേണ്ടി എന്റെ സ്വത്ത് ഞാൻ വിട്ടുതരുന്നു, അല്ലെങ്കിൽ എന്റെ വരുമാനത്തിന്റെ ഇത്ര ഭാഗം ആ ആവശ്യത്തിന് ഞാൻ വഖഫ് ചെയ്യുന്നു എന്ന രീതിയിൽ അവർ ചെയ്തിരുന്നു. ഏഴാമത്തത്, പാത്രങ്ങൾ വഖഫ് ചെയ്യുക. ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത, നമ്മൾ കേൾക്കാത്ത, അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. പാത്രങ്ങൾ വഖഫ് ചെയ്യുക. ഈ പാത്രങ്ങൾ വഖഫ് ചെയ്യുക, പാത്രങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് അവർക്ക് പാത്രത്തിന്റെ ആവശ്യം വരുമ്പോ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി എന്ത് ചെയ്തിരുന്നു? പാത്രങ്ങൾ വഖഫ് ചെയ്തിരുന്നു. ഇതിന്റെ വക 10 പാത്രം 100 പാത്രം അത് ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും വേണ്ടി വിട്ടുകൊടുക്കാൻ വേണ്ടി അങ്ങനെ സംവിധാനം ഉണ്ടായി. നമ്മുടെ ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന സഞ്ചാരി, പിന്നെ AD 600-ലോ മറ്റോ ആണ് നമ്മുടെ കേരളത്തിലൊക്കെ വന്നു പോയിട്ടുള്ള ആളാണ്. ഇബ്നു ബത്തൂത്ത കണ്ട കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ പുസ്തകമൊക്കെ. അപ്പൊ അദ്ദേഹം ലോകം കണ്ട ഏറ്റവും വലിയ സഞ്ചാരികളിൽ ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇസ്ലാമിക ലോകത്തെ വഖഫുകളെ പറ്റി അദ്ദേഹത്തിന്റെ സഞ്ചാര കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ നാട്ടിലെയും വഖഫിന്റെ സ്വഭാവവും രീതികളും. അപ്പൊ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാം. അദ്ദേഹം ഒരു സ്ഥലത്ത്, എവിടെയാണ്, നമ്മളെ സിറിയയിലാണെന്ന എന്റെ ഓർമ്മ. അതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി ഒരു പൊട്ടിയ പാത്രങ്ങളുമായി ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്ന അദ്ദേഹം കാണുക. ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പാത്രം വീണ് പൊട്ടിപ്പോയിരിക്കും. കുട്ടി കരയുന്നു. അപ്പൊ ആ നാട്ടുകാരനായ ഒരാള് ഈ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, മോനെ, നീ ഈ പൊട്ടിയ പാത്ര കഷ്ണങ്ങൾ കയ്യിലെടുത്ത് ആ പാത്രങ്ങൾ വഖഫ് വെച്ച പാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ അടുത്ത് ചെല്ലുക. എന്നിട്ട് ഇതിങ്ങനെ പൊട്ടിപ്പോയതാണ്, ഇതിന് പകരം എനിക്ക് ഒരു പാത്രം വേണം എന്ന് നീ പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളെയും കൂട്ടിയിട്ട് പോവുകയാണ് ചെയ്യുക. ആ നാട്ടുകാരൻ ഈ കുട്ടിയെയും കൊണ്ടുപോയി ഇബ്നു ബത്തൂത്തയും അതിന്റെ കൂടെ ഇത് കാണാൻ പോയി. അപ്പൊ ഇബ്നു ബത്തൂത്ത പറയുന്നത്, ഈ കുട്ടി ഈ പാത്രം തിരിച്ചു കൊടുത്തു, അവിടെ കൊടുത്തു. അപ്പൊ മറ്റേ ആൾ എന്ത് ചെയ്തു? വഖഫിന്റെ ചുമതലയുള്ള ആള് അതേപോലെയുള്ള ഒരു പാത്രം ഈ കുട്ടിക്ക് കൊടുത്തു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിക നാഗരികതയിൽ, ഇസ്ലാമിക സംസ്കാരത്തിൽ ഒരു കുട്ടി, അപ്പൊ ആ കുട്ടിയുടെ യജമാനൻ കൊടുത്തയച്ച പാത്രമാണ് പൊട്ടിപ്പോയത്. അപ്പൊ പൊട്ടിയ പാത്രമായിട്ട് അവിടെ ചെന്നാൽ ചിലപ്പോ ആ യജമാനൻ ശകാരിക്കും, ചിലപ്പം തല്ലും. അപ്പൊ ഈ വഖഫ് സംവിധാനം ആ കുട്ടിയുടെ ഈ പ്രശ്നത്തിന് പരിഹാരമായി, ഞാൻ അതിന് സാക്ഷിയായി എന്ന് ഇബ്നു ബത്തൂത്ത രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ പാത്രങ്ങൾ പോലും വഖഫ് കൊടുക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അപ്പൊ അദ്ദേഹം അതിനെപ്പറ്റി എഴുന്നേറ്റ് പറയുന്നത്, ഹാദൽ വഖഫ് ജബ്റുൻ ലിൽ ഖുലൂബ്, ഈ പാത്രങ്ങളുടെ വഖഫ് ഹൃദയങ്ങൾ കേൾക്കുന്ന മുറിവുകൾ പരിഹരിക്കാൻ ഒരു സഹായകമായി എന്ന് അദ്ദേഹം അതിനെപ്പറ്റി രേഖപ്പെടുത്തുന്നു. എട്ടാമത്തത്, പിന്നെ
ആശുപത്രികൾക്ക് വഖഫ് ധാരാളം വഖഫുകൾ ഉണ്ടായി. ആ ആശുപത്രികളിലെ രോഗികളായി കഴിയുന്ന ആളുകൾക്ക് ഓരോ രോഗിക്കും പ്രത്യേകം പാത്രങ്ങൾ വഖഫായി കൊടുത്തിരുന്നു. അതേപോലെ തന്നെ പ്രത്യേകം ഭക്ഷണം വിളമ്പാൻ വേണ്ടിയിട്ട് സ്വതന്ത്രമായ ഒരു പാത്രം കൊടുത്തിരുന്നു. ആ പാത്രം മറ്റൊരാൾക്ക് ഉപയോഗിച്ചിരുന്നില്ല, അത് അയാൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഞാൻ എന്റെ വക എന്ത് ചെയ്യുന്നു, ഒരു പാത്രം വഖഫ് ചെയ്യുന്നു എന്ന രീതി അന്നുണ്ടായി. ഒമ്പതാമത്തത് എന്താന്ന് വെച്ചാല്, ഈ പാത്രങ്ങൾ, രോഗികൾക്ക് കൊടുക്കുന്ന പാത്രങ്ങൾ, ആ പാത്രങ്ങൾ എന്ത് ചെയ്യണം? പാത്രങ്ങൾ മൂടി വെക്കണം. ഒരിക്കലും അത്തരം പാത്രങ്ങള് എന്ത് ചെയ്യരുത്, തുറന്നു വെക്കാൻ പാടില്ല, മൂടി വെക്കണം എന്ന് ആ വഖഫിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. അതേപോലെ തന്നെ 10ാമതായി കാണുന്ന ഒരു കാര്യം, ആശുപത്രികളിൽ കിടക്കുന്ന രോഗികൾക്ക് ഉറക്കം വരുന്നത് വരെയും അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനും പാട്ടുകൾ പാടിക്കൊടുക്കാനും പ്രത്യേകം കാതികന്മാരെയും ഗായകന്മാരെയും നിശ്ചയിച്ചിരുന്നു. അതൊരു വഖഫാണ്. എന്റെ വക ഇന്ന ആശുപത്രിയിലെ രോഗികൾക്ക് അവർ ഉറങ്ങുന്നത് വരെയും ഒരാശ്വാസം കിട്ടത്തക്ക വിധത്തിൽ അവർക്ക് പാട്ട് പാടിക്കൊടുക്കാൻ ഞാൻ ഒരാൾക്ക് ഇത്ര സംഖ്യ ഞാൻ വഖഫ് ചെയ്യുന്നു, കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഇന്ന ആൾക്ക് ഇത്ര സംഖ്യ ഞാൻ വഖഫ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള സംവിധാനം അവിടെ ഇസ്ലാമിക ലോകത്ത് പല രാജ്യങ്ങളിലും മുസ്ലിം ലോകത്ത് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരുപാട് പഠനങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ച കാര്യങ്ങൾ, അതിൽ പോയിന്റ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഏത് ആശുപത്രിയിൽ എന്ന് അതൊന്നും ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്നില്ല. അങ്ങനെ പറയാന്നാല് ഒരുപാട് നീണ്ടുപോകും. അപ്പോ രോഗികളായ ആളുകൾക്ക് പാട്ട് പാടിക്കൊടുക്കാൻ വഖഫ് ചെയ്യാം. ഇത് നമുക്ക് മനസ്സിലാവും. നമുക്ക് വഖഫ് ഏതാ? അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ശമ്പളം കൊടുക്കാൻ, പള്ളിയുടെ കരണ്ടിന്റെ ചെലവിലേക്ക് മോട്ടോർ വെള്ളടിക്കാൻ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരു രോഗിക്ക് ആശ്വാസം കിട്ടുന്ന വിധത്തിൽ പാട്ട് പാടുക എന്നത് ഇസ്ലാമികമായ ഒരു വഖഫിന്റെ ഭാഗമാണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഭാഗമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ 1798 ഈജിപ്തിൽ ഫ്രഞ്ചുകാര് ആക്രമണം നടത്തി അധിനിവേശം നടത്തുന്നത് വരെ ആശുപത്രികളിൽ ഈ ഒരു സംവിധാനം നിലനിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. 11ാമത്തെ വഖഫിന്റെ ഒരു പ്രത്യേക വകുപ്പ് എന്ന് പറയുന്നത്, ആശുപത്രികളിൽ ദിവസങ്ങളായി അഡ്മിറ്റായി കിടക്കുന്ന രോഗികൾക്ക് ദിവസങ്ങൾ കഴിയുമ്പോ അവരുടെ രോഗങ്ങൾ സുഖപ്പെടുന്നു, നിങ്ങളുടെ രോഗം സുഖപ്പെടുന്നു, നിങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുന്നു, ശരീരം മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് ഈ രോഗികളുടെ അടുത്തുകൂടി നടന്നുകൊണ്ട് അവരോട് കുശലാന്വേഷണം നടത്താനും അവരെ ആശ്വസിപ്പിക്കാനും അവരിൽ പ്രതീക്ഷ വളർത്താനും പറ്റുന്ന വിധത്തിൽ സംസാരിക്കാൻ വേണ്ടി ചില ആളുകളെ ആശുപത്രികളിൽ നിയമിച്ചിരുന്നു. ആ ആളുകൾക്ക് ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായി അവർ ചെയ്യുന്ന സേവനത്തിന്റെ ഭാഗമായി അവർക്കൊരു വേതനം കൊടുക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ വഖഫ് ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പൊ ഇവരെന്താ ചെയ്യാ? ഇപ്പൊ നമ്മളെ മെഡിക്കൽ കോളേജിലൊക്കെ മുമ്പ് ഇപ്പോഴും ഉണ്ടാവും. അതായത് ചില സന്നദ്ധ സേവാ സംഘങ്ങളൊക്കെ എന്ത് ചെയ്യും? 4 മണിക്ക് ശേഷം ആശുപത്രികളിൽ കയറി രോഗികളെ കണ്ട് ക്ഷേമാന്വേഷണം നടത്തി ഒരു ആശ്വാസം നൽകി, അങ്ങനെ ഉണ്ടല്ലോ, ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അന്വേഷണം നടത്തി തിരിച്ചു പോരുന്ന ആളുകൾ ഉണ്ട്, മുമ്പുണ്ട്, ഇപ്പോഴും ഉണ്ടാവും. അപ്പൊ ആ ഒരു സ്വഭാവത്തിൽ, അതിനേക്കാളും കുറച്ചുകൂടി ഉയർന്ന സ്വഭാവത്തിൽ ഇത് ഉത്തരവാദിത്വ ഭാവത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ആളുകളെ വഖഫിൽ നിന്നുള്ള പൈസ കൊടുത്തു തന്നെ അതിനു വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു എന്ന് പറയുന്ന തരത്തിലും വഖഫ് നമുക്ക് കാണാൻ പറ്റും. 12ാമതായി നമ്മൾ കാണുന്നത് മൃഗങ്ങളുടെ ചികിത്സ, മൃഗവൈദ്യം, മൃഗവൈദ്യം, ബൈത്താർ എന്ന് പറഞ്ഞ മൃഗവൈദ്യൻ ഉള്ളതിന് ബൈത്താർ എന്ന് പറഞ്ഞു. ബൈത്താർ എന്ന് പറഞ്ഞ വൈദ്യൻ എന്നർത്ഥം. ഒരു പക്ഷേ വൈദ്യർ എന്നത് ആ ബൈത്താർ എന്നതിന് വന്നതാകാം.
അപ്പൊ ഏതായിരുന്നാലും മൃഗങ്ങളെ ചികിത്സിക്കാനും പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനും വേണ്ടി പ്രത്യേകം ആളുകൾ എന്ത് ചെയ്തിരുന്നു? വഖഫ് ചെയ്തിരുന്നു. മനുഷ്യരുടെ ആവശ്യം മാത്രമല്ല. 13-ാമത്തത്, പ്രായം ചെന്ന മൃഗങ്ങൾക്ക് മേഞ്ഞു നടക്കാനും അതേപോലെ തന്നെ അവശകളായ മൃഗങ്ങൾക്ക് പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്ന വിധത്തിൽ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ടും ആളുകൾ എന്ത് ചെയ്തിരുന്നു? വഖഫ് ചെയ്തിരുന്നു. 14-ാമതായി നമ്മൾ കാണുന്നത് പൂച്ചകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വഖഫ് ഉണ്ടായിരുന്നു. പൂച്ചകൾക്ക് പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. നമുക്ക് പൂച്ച എന്ന് പറയുമ്പോൾ ഒരു ഇടങ്ങേറാക്കാൻ വരുന്ന ജീവി എന്ന ഒരു ഈ പരിഗണനയാണ് പൊതുവെ ഉണ്ടാവുക. പക്ഷെ ഇസ്ലാമിക ചരിത്രത്തിൽ പൂച്ച എന്ന് പറയുന്നത് ഈ മുസ്ലിം ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രത്യേക പരിഗണന കിട്ടിയിരുന്ന ആളുകളാണ്. അപ്പൊ അവയുടെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർക്ക് പ്രത്യേകം ചില സ്ഥലങ്ങൾ വഖഫായിട്ട് നീക്കി വെച്ചിരുന്നു. 15-ാമതായി നമ്മൾ കാണുന്നത് വിദ്യാലയങ്ങൾ, പലതരത്തിലുള്ള വിദ്യാലയങ്ങൾ, മതപരവും ഭൗതികവുമായി വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ. അത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാവും, നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം. അതിനുവേണ്ടി വഖഫ് ഉണ്ടായിരുന്നു. 16-ാമതായി കാണുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ ആരോഗ്യ പരിപാലനവും ആരോഗ്യ പരിശീലനവും ശാരീരിക പരിശീലനവും യുദ്ധമുറകളും ഒക്കെ അഭ്യസിക്കാൻ വേണ്ടി പിന്നെ പ്രത്യേക സ്ഥാപനങ്ങൾ നടത്തിയിരുന്നു. ആ ആവശ്യത്തിന് വേണ്ടി സ്വത്തുക്കൾ എന്ത് ചെയ്തിരുന്നു? വഖഫ് ചെയ്തിരുന്നു. 17-ാമതായി കാണുന്നത് ആയിരക്കണക്കിന് ആളുകൾ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങളിൽ പിന്നെ ആ വിദ്യാർത്ഥികൾക്കിടയിലൂടെ നടക്കാനുള്ള പ്രയാസം കൊണ്ട് അവർക്കിടയിലൂടെ കോവർ കഴുതയുടെ പുറത്ത് കയറിയിട്ടായിരുന്നു അധ്യാപകര് ക്ലാസ്സുകൾ എടുത്തിരുന്നത് പല രാജ്യങ്ങളിലും. അതിന് മാത്രം ആളുകൾ, പ്രത്യേകിച്ച് ക്ലാസ് എടുക്കുന്ന ആളുകൾ പ്രഗത്ഭരായ അധ്യാപകരായി. അപ്പൊ ഇത്തരം ആളുകൾക്ക് ഈ ആയിരക്കണക്കിന് കുട്ടികളുടെ അടുത്തേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് അവരിയ്ക്കുന്ന ഇടങ്ങളിലൂടെ കോവർ കഴുതയെ ഉപയോഗിച്ച് അതിന്റെ പുറത്ത് കയറിയിട്ടാണ് അധ്യാപകർ ക്ലാസ് എടുത്തിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ വക ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് യാത്ര ചെയ്യാൻ പിന്നെ കോവർ കഴുതയെ ഞാൻ എന്ത് ചെയ്യുന്നു? വഖഫ് ചെയ്യുന്നു. ഈ രീതിയിലുള്ള ഒരു നടപടി ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. 18-ാമതായി കാണുന്ന വഖഫ് പാവങ്ങളായ ആളുകൾക്ക്, പാവങ്ങളായ കുടുംബത്തിലെ അംഗങ്ങൾക്ക്, അതേപോലെ തന്നെ വിവാഹിതരാകാൻ പോകുന്ന പാവങ്ങളായ പെൺകുട്ടികൾക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും വായ്പ കൊടുക്കാൻ വേണ്ടി വഖഫുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചില ആളുകളൊക്കെ കല്യാണവുമായി ബന്ധപ്പെട്ട് ആഭരണങ്ങൾ വായ്പ വാങ്ങുന്നുണ്ട്. ഈ സ്വർണ്ണാഭരണങ്ങൾ തന്നെ ചിലപ്പോൾ വായ്പ വാങ്ങും. അല്ലാത്ത മറ്റേ റോൾഡ് ഗോൾഡോ അതൊക്കെ പറയുന്ന അതുപോലുള്ള സാധനങ്ങളും ആളുകളോട് വായ്പ വാങ്ങുകയും ഒക്കെ ചെയ്യും. അങ്ങനെ പല സ്ഥലത്തും അങ്ങനെ ഉണ്ട്. അപ്പൊ ഈ പല കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ വസ്ത്രങ്ങൾ വാടകയ്ക്ക് വാങ്ങുന്നുണ്ട്. അപ്പൊ ഇതിന് പകരം വഖഫിൽ നിന്നുള്ള ആഭരണങ്ങൾ, വഖഫിൽ നിന്നുള്ള വസ്ത്രങ്ങൾ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നു, വഖഫായിട്ട് നീക്കി വെച്ചിരുന്നു എന്നതാണ്. പിന്നീട് നമ്മൾ കാണുന്നത് 19-ാമതായിട്ട് നമ്മൾ കാണുന്നത് വിവിധ വിദ്യാഭ്യാസ മേഖലകളിൽ വഖഫ് ചെയ്തു. ആ വിവിധം എന്ന് പറയുമ്പോൾ മതപരമായ വിജ്ഞാനം മാത്രമല്ല, ഭൗതികമായ നാനാ മേഖലയിലുള്ള വിദ്യാഭ്യാസ മേഖലകളിലൊക്കെയും വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള വഖഫുകൾ ഉണ്ടായിരുന്നു. 20-ാമതായിട്ട് നമ്മൾ കാണുന്ന മറ്റൊരു മേഖല, പ്രധാനപ്പെട്ട ഒരു മേഖല ജലസേചനം, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ജലസേചനം, ഇറിഗേഷൻ പദ്ധതികൾ, അതേപോലെ തന്നെ കുടിവെള്ളം ലഭ്യമാക്കാൻ വേണ്ടി വമ്പിച്ച തോതിൽ വഖഫുകൾ ഉണ്ടായിരുന്നു. അത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മക്കയിൽ നമ്മൾ കാണുന്ന ഐൻ സുബൈദ എന്ന് പറയും. ഐൻ സുബൈദ എന്ന് അടിച്ചാൽ ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ അടിച്ചാൽ കാണാം. നമ്മുടെ മക്കയിലെ മിനയുടെ ആ ഭാഗത്ത് ആ ഭാഗത്താണ് ഇതുള്ളത്. മിനയുടെ ആ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കിലോമീറ്ററുകൾ ദൂരെ നിന്ന് വെള്ളം
ഖലീഫ ഹാറൂൺ റഷീദിന്റെ ഭാര്യ സുബൈദ, അവരുടെ പേരിലാണ് ആ തോടുണ്ടായത്. ആ തോടിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് അതിൽ പോകുമ്പോൾ കാണാം. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രത്യേകിച്ച് ഹാജിമാരായ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ വേണ്ടി അവർ ചെയ്തൊരു സംവിധാനം. അത് വഖഫാണ്. ഇതേപോലെ തന്നെ 21-ാമതായി കാണുന്നത് ആളുകൾക്ക് ഭക്ഷണം ലഭ്യമാക്കുക. കുടുംബങ്ങൾക്ക് മാത്രമല്ല, കൂട്ടായ പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് ഭക്ഷണം ലഭ്യമാക്കുക എന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഖഫിന്റെ ഭാഗം. 22-ാമത്തത് ഇസ്ലാമിലെ ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലങ്ങൾ മക്ക, മദീന, ബൈത്തുൽ മുഖദ്ദസ് പോലുള്ള സ്ഥലങ്ങളില് അവിടെ എത്തുന്ന ആളുകൾക്ക് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? വഖഫ് ചെയ്യുന്നു. അത് ഏറ്റവും കൂടുതൽ വഖഫ് ചെയ്യപ്പെട്ട ഒരു മേഖലയാണ്. 23-ാമതായി കാണുന്നത് അനാഥകളായ ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇസ്ലാമിക സമൂഹം വഖഫ് ചെയ്തു. അത് നമ്മുടെ നാട്ടിലും പല സ്ഥാപനങ്ങളിലും അതിന്റെ ഒരു ബലത്തിലാണ് അത് നിലനിന്ന് പോന്നിട്ടുള്ളത്. പിന്നീട് അതിന് കുറെ പുതിയ സാമ്പത്തിക വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും അടിസ്ഥാനം എന്ന് പറയുന്നത് വഖഫ് സ്വത്തുക്കളാണ്. 24-ാമതായി ഇസ്ലാമിക ചരിത്രത്തിൽ കാണുന്നത് സമൂഹത്തിൽ നിന്നും കാണാതായി പോകുന്ന ആളുകൾ, കുട്ടികളോ മുതിർന്നവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളെ കാണാതാകുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവും. അത് പല കാരണങ്ങളും ഉണ്ടാവും. അങ്ങനെ ഉള്ള ആളുകളെ അവരെ കണ്ടെത്താനും കണ്ടെടുക്കപ്പെട്ടാൽ അവർക്ക് സംരക്ഷണം കൊടുക്കാനും വേണ്ടി മാത്രം എന്തുണ്ടായി? വഖഫ് ഉണ്ടായി. 25-ാമതായി കാണുന്നത് ഈ വികലാംഗരായ ആളുകൾ, ഹാൻഡിക്യാപ്ഡ് വികലാംഗരായ ആളുകളുടെ പുനരധിവാസത്തിന് വേണ്ടി പ്രത്യേകം വഖഫുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്നതൊക്കെ ഏതെങ്കിലും ഒരു നാട്ടിലെ കഥയല്ല. വിശാലമായ ഇസ്ലാമിക ലോകത്തിന്റെ വിവിധങ്ങളായ നാടുകളിൽ വിവിധങ്ങളായ കാലങ്ങളിൽ വിവിധങ്ങളായ ഖലീഫമാരുടെയും സുൽത്താൻമാരുടെയും ഭരണകൂടങ്ങളുടെയും കീഴിൽ നടന്ന സംവിധാനം. 26-ാമത്തത് അന്ധരായ ആളുകളുടെ ആവശ്യം മാത്രം പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി വഖഫുകൾ. 27-ാമത്തത് പ്രായം ചെന്ന ആളുകളുടെ അവശമായ വാർദ്ധക്യത്തിലെത്തിയ ആളുകളുടെ ആവശ്യം പരിഹരിക്കാൻ വേണ്ടി മാത്രമായിട്ട് വഖഫുകൾ. ഇതിന്റെ പല രീതികളും നമ്മുടെ കേരളത്തിലൊക്കെ ഈ വയോജനങ്ങളെ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അതേപോലെ തന്നെ 28-ാമത്തത് വീടുകൾ വഖഫ് ചെയ്യുക. പാവങ്ങളായ ആളുകൾക്ക് അവർ ഗതി പിടിച്ചു വരുന്നത് വരെ താമസിക്കാൻ വേണ്ടി വീട് എന്ത് ചെയ്യുക? വഖഫ് ചെയ്യുക. അതേപോലെ തന്നെ 29-ാമതായി നമ്മൾ കാണുന്നത് ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ആശുപത്രികൾ നടത്താൻ, അതേപോലെ തന്നെ ആരോഗ്യവർദ്ധകമായ സംവിധാനങ്ങൾ ഒരുക്കാൻ ഇതിനൊക്കെ എന്ത് ചെയ്തിരുന്നു? വ്യാപകമായ തോതിൽ വഖഫുകൾ ഉണ്ടായിരുന്നു. ആശുപത്രികളൊക്കെ വഖഫിന്റെ അടിസ്ഥാനത്തിൽ നടത്തും. എന്നിട്ട് അതിനെപ്പറ്റി ഒരു കാലത്ത് ആ ഒരു സംവിധാനം ആശുപത്രികൾ സന്ദർശിച്ച ഒരാള് അതിനെപ്പറ്റി എഴുതുന്നുണ്ട്. അയാൾ പറയുന്നത്, രോഗമില്ലാത്ത ആളുകൾ ആ ആശുപത്രികളിൽ കിട്ടുന്ന ചികിത്സകളും പരിചരണവും മറ്റ് ശ്രദ്ധയും ശുശ്രൂഷയും ഒക്കെ കണ്ടപ്പോ ചില ആളുകൾ എന്ത് ചെയ്തു? രോഗമില്ലാതെ തന്നെ രോഗിയായി അഭിനയിച്ചുകൊണ്ട് ആശുപത്രികളിൽ ശരണം തേടിയിരുന്നു. അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ സൗകര്യങ്ങളും കണ്ട് എന്ന് ഇതിന് സാക്ഷിയായ ഒരാള് ഒരിക്കൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത്രത്തോളം സൗകര്യം ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതേപോലെ അങ്ങനെ ഒരു ദിവസം ഒരു ഘട്ടത്തിൽ ചില ആളുകൾ ഇങ്ങനെ രോഗിയായി അഭിനയിച്ചുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് തേടി. അപ്പോ ഈ ഡോക്ടർ ഇദ്ദേഹത്തെ പരിശോധിച്ച് നോക്കുമ്പോ ഇയാൾക്കൊരു രോഗമില്ല, ഇയാളിങ്ങനെ അഭിനയിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോ ആ ഡോക്ടർ 3 ദിവസം വരെ അദ്ദേഹത്തെ ആശുപത്രിയിൽ നിർത്തി. എന്താ കാരണം എന്നറിയോ? ഇസ്ലാമികമായ ഒരു പൊതു രീതി മര്യാദ ഉണ്ട് ഇസ്ലാമിക സംസ്കാരത്തിൽ. എന്താ വെച്ചാല് ഒരു വിരുന്നുകാരൻ വന്നാൽ ആ വിരുന്നുകാരന് മിനിമം 3 ദിവസം വീട്ടിൽ നമ്മൾ സൽക്കരിക്കണം.
പ്രത്യേകിച്ച് ദൂരെ നിന്നൊക്കെ ആളുകൾ വരുമ്പോ 3 ദിവസവും അദ്ദേഹത്തിന് അവിടെ താമസിക്കാനുള്ള ഒരു അവകാശം ഉണ്ട് എന്നാണ് പൊതുവെ ഇസ്ലാമിക സംസ്കാരത്തിൽ മനസ്സിലാക്കപ്പെടുന്നത്. അറബികളുടെ രീതി അങ്ങനെയായിരുന്നു. അപ്പൊ ഈ ഡോക്ടർ 3 ദിവസത്തേക്ക് അദ്ദേഹത്തെ അവിടെ നിർത്തി. 4ാമത്തെ ദിവസം അദ്ദേഹം ഈ രോഗിയോട് പറയും, അദ്ദേഹത്തിന് കത്ത് കൊടുക്കുക, എഴുതി കൊടുക്കുക. ആ ഏരിയയിൽ അദ്ദേഹം എഴുതിയ വാചകം എന്താ അറിയോ? ഒരു വിരുന്നുകാരന് 3 ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ താമസിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ 3 ദിവസം നമ്മുടെ ആശുപത്രിയിൽ ഈ രോഗമില്ലാതെ വിരുന്നുകാരനായി ഇവിടെ താമസിച്ചു, ഇനി നിങ്ങൾ പോകണം എന്ന് അദ്ദേഹം കത്ത് കൊടുത്തത് ഇതുമായി ബന്ധപ്പെട്ട വഖഫിന്റെ ചരിത്രത്തിലെ ഒരു പഠനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹാറൂൺ റഷീദ്, ഖലീഫ ഹാറൂൺ റഷീദിന്റെ ഭരണകാലത്ത് ആശുപത്രിയിൽ കിട്ടുന്ന സൗകര്യത്തെ പറ്റിയായി പറയുന്നത്. ആശുപത്രിയിൽ കിടന്ന അയാളുടെ വാപ്പക്ക് കത്തയക്കുക, എന്ത്, ഞാൻ നിങ്ങൾക്ക് ഈ ആശുപത്രിയിൽ നിന്ന് പുറപ്പെടുമ്പോ ആശുപത്രിയിൽ നിന്ന് എനിക്ക് പൈസ കിട്ടും, പുതിയ വസ്ത്രം കിട്ടും, സ്വർണ്ണ നാണയങ്ങൾ കിട്ടും. ഞാൻ ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ജോലിക്ക് പോകേണ്ട അവസ്ഥ പോലും എനിക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ നിന്ന് ഡിസ്ചാർജ് ആവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഒരു രോഗി അദ്ദേഹത്തിന്റെ വാപ്പക്ക് അയച്ച കത്തിൽ രേഖപ്പെടുത്തുക. അപ്പൊ എത്രത്തോളം സൗകര്യം ആശുപത്രി കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ ആദ്യം പറഞ്ഞത് വേറെ സംഭവമാണ്, ഇപ്പം പറഞ്ഞത് വേറൊരു സംഭവം. അപ്പൊ എത്രത്തോളം ഇസ്ലാമിക സമൂഹം ആളുകളുടെ സൗകര്യങ്ങൾക്കും അവരുടെ ശുശ്രൂഷക്കും ആരോഗ്യ പരിചരണത്തിനും അതേപോലുള്ള കാര്യങ്ങൾക്കും പരിഗണന കൊടുത്തു വഖഫിന്റെ മേഖലയിൽ എന്ന് മനസ്സിലാക്കാൻ പറ്റും. 30ാമതായിട്ട് നമ്മൾ കാണുന്നത് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക്, ഹാജിമാരായ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ വഖഫ്. അത് കണ്ടമാനം മക്കയില് ആ സൗകര്യം ഉണ്ട്, പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മക്കയിലുള്ള വീട് ഹാജിമാർക്ക് വേണ്ടി വഖഫ് ചെയ്തു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മുഗീറത്ത് ബിൻ അബ്ദുറഹ്മാൻ, ഇതുപോലുള്ള ആളുകളൊക്കെയും മിനയിലും മുസ്ദലിഫയിലും ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള അതിനടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ധാരാളം സ്ഥലങ്ങളും ധാരാളം വീടുകളും ഹാജിമാർക്ക് വേണ്ടി വഖഫ് ചെയ്തു. 31ാമതായി നമ്മൾ കാണുന്നത് വിധവകളായ ആളുകൾ, തലാഖ് ചെല്ലപ്പെട്ട പെണ്ണുങ്ങൾ, ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടി സഹാബിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ചെയ്തിരുന്നു? വഖഫ് ചെയ്തിരുന്നു. വിധവകളായ ആളുകളുടെ പരിപാലനത്തിനും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും പറ്റുന്ന വിധത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ സ്വത്തുക്കൾ വഖഫ് ചെയ്യുന്നു എന്ന് ഒരു രീതി ഇസ്ലാമിക സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നത് എന്താണ്? എന്റെ കാലശേഷം ഈ രാജ്യത്ത്, ഈ സാമ്രാജ്യത്തിലുള്ള ഈ പ്രദേശങ്ങളിലുള്ള വിധവകളായ ആളുകൾക്ക് അതുപോലുള്ള മറ്റാളുകൾക്കും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഞാൻ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. പുനർവിവാഹത്തിന് പോകാത്ത സ്ത്രീകൾ, അപ്പൊ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, അതിനുള്ളത് വഖഫായിട്ട് ചെയ്തു വെക്കും. അതേപോലെ തന്നെ 32ാമതായി കാണുന്നത് മക്കൾക്ക് വേണ്ടി വഖഫ് ചെയ്യാം. മക്കൾക്ക് വേണ്ടി വഖഫ് ചെയ്യാം. പ്രത്യേകിച്ച് ഈ ഇതുണ്ടല്ലോ, ഈ എന്താ പറയാ, അവശരായ മക്കള്, ബുദ്ധിപരമായ ശേഷി ഇല്ലാത്ത ആളുകള്, ശാരീരികമായ മറ്റു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ, അതുപോലുള്ള ആളുകൾ, അവരുടെ ആവശ്യത്തിന് വേണ്ടി പ്രത്യേകം വഖഫ് ചെയ്യുക എന്നത് ഉണ്ടായിരുന്നു. അങ്ങനെ പല സഹാബികളും അങ്ങനെയും ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. 33ാമതായി കാണുന്നത് വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അതിരുകൾ പങ്കിടുന്ന മറ്റ് രാജ്യങ്ങളിൽ, ശത്രു രാജ്യങ്ങളിൽ, അതിർത്തികളിൽ പ്രവർത്തിക്കുന്ന സേനകൾ, ആ സേനകളുടെ ആവശ്യത്തിന് വേണ്ടി വഖഫ്. 34ാമതായി കാണുന്നത് വഖഫ് ചെയ്ത ഭൂമികളുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്താനും അതിന്റെ പരിഷ്കരണം നടത്താനും അത് വികസിപ്പിച്ചെടുക്കാനും വേണ്ടി വേറെ വഖഫ്. അതായത് വഖഫ് ചെയ്ത ഒരു 10 ഏക്കർ ഭൂമി വഖഫ് ചെയ്തിട്ടുണ്ട് എങ്കിൽ
ആ വഖഫ് ചെയ്ത ഭൂമി പരിപാലിച്ച് നിലനിർത്തി വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വേറെ വഖഫിലെ മുതലും വരുമാനം എടുത്തിട്ട് ഇത് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു രീതിയും നമുക്ക് കാണാം. 35-ാമത്തത്, പാവങ്ങളായ ആളുകൾക്ക് ഉല്ലാസങ്ങൾ നടത്താനും ടൂറ് പോകാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും ആവശ്യമായ പ്രത്യേകതരം സംവിധാനങ്ങൾ വഖഫായിട്ടുണ്ടായി. ഇപ്പൊ പണക്കാരായ ആളുകൾ ടൂർ പോകുന്നു, ഇഷ്ടംപോലെ ടൂർ പോകുന്നു, എക്സ്കർഷൻ പോകുന്നു, അത് പോകുന്നു, ഇത് പോകുന്നു, വിനോദയാത്ര, അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ തന്നെ വമ്പിച്ച തോതിലുള്ള ഒരു മേഖലയായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പൊ സമ്പന്നരായ ആളുകൾ ടൂർ പോകുമ്പോ പാവങ്ങളായ ആളുകൾക്ക് പോകാൻ പറ്റില്ല. അപ്പൊ പാവങ്ങളായ ആളുകൾക്ക് ടൂർ പോകാൻ പറ്റുന്ന വിധത്തിൽ അതിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളും അതിനാവശ്യമായ വരുമാനങ്ങളും വഖഫ് ചെയ്തിരുന്നു. ഇത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും. സിറിയയിലെ ഡമാസ്കസിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ ഇപ്പൊ നിലനിൽക്കുന്ന ആ കേന്ദ്രം അതിനു വേണ്ടി അന്ന് വഖഫ് ചെയ്തതാണ് എന്ന് ഒരു പഠനത്തിൽ വായിക്കാൻ സാധിച്ചു. 36-ാമത്തത്, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, നമ്മൾ അന്തം വിട്ടുപോകുന്ന തരത്തിലുള്ള ഒരു വഖഫാണ്. അതെന്താ അറിയോ? കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന, മുലയൂട്ടുന്ന ഉമ്മമാർ, ആ ഉമ്മമാർക്ക് പ്രത്യേകമായിട്ട് ചില സംവിധാനങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. എന്താന്ന് വെച്ചാൽ സുൽത്താൻ നൂറുദ്ദീൻ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹമാണ് ഇത് ചെയ്തത്. എന്താണ്? ഡമാസ്കസിലെ ഒരു പ്രത്യേക ഒരു കോട്ട പറയുന്നുണ്ട്. ആ കോട്ടയിൽ 2 പാത്തികൾ വെച്ചു. പാത്തി എന്ന് പറയില്ല, നമ്മള് വെള്ളം ഒഴുകാൻ വേണ്ടി വെക്കുന്ന പാത്തി എന്ന് പറയും. ഇപ്പൊ കായത്തിന്റെ പാത്തി എന്നൊക്കെ പറയല്ലോ. അപ്പോ 2 പാത്തികൾ അദ്ദേഹം സ്ഥാപിച്ചു. ഒരു പാത്തിയിലൂടെ പാല് ഇങ്ങനെ വരും, പാത്തി ഇങ്ങനെ ഒഴുകി വരും, പാത്തിയിലൂടെ പാല് ഇങ്ങനെ ഒഴുകി വരും. മറ്റേ പാത്തിയിലൂടെ മധുരമിട്ട വെള്ളം, മധുരം ചേർത്ത പഞ്ചസാര ചേർത്ത വെള്ളം. ഈ 2 വെള്ളങ്ങൾ, ഒന്ന് പാല് മറ്റേത് വെള്ളം, ഇത് രണ്ടും മുലയൂട്ടുന്ന ഉമ്മമാർക്ക് ശേഖരിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, രണ്ടിനായാലും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്, എത്രമാത്രം ഇസ്ലാമിക സമൂഹം, ഇസ്ലാമിക രാഷ്ട്രീയ ഭരണകൂടങ്ങളും ആളുകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചു. ഇപ്പൊ നമ്മളിവിടെ കണ്ടല്ലോ, ഈ ബസ് സ്റ്റാൻഡുകളില് മുലയൂട്ടുന്ന അമ്മമാരുടെ കേന്ദ്രം എന്നിട്ട് വലിയൊരു ബോക്സ് വെച്ചിട്ട് അവർക്ക് സ്വകാര്യമായി മുലപ്പാൽ കൊടുക്കാനുള്ളത് എന്ന് പറയും പോലെ അന്ന് അവര് ചെയ്ത, അതിനു വേണ്ടി വഖഫ് ചെയ്തു. അതേപോലെ തന്നെ 37-ാമത്തത് വേറൊന്നെന്താ വെച്ചാല്, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാൽ, ഭാര്യാഭർത്താക്കന്മാര് തമ്മിൽ തെറ്റിയാൽ, ഈ തെറ്റിയ ആളുകൾക്ക് മാറി നിൽക്കാൻ പ്രത്യേകം വീടുക. ഇത് വഖഫ് ചെയ്ത. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഭാര്യക്ക് വേണമെങ്കിൽ വേറെ പോയിക്കാം, ഭർത്താവിന് വേറെ നിൽക്കാം. അതിനു വേണ്ടി മാത്രം സംവിധാനങ്ങൾ ചെയ്തിരുന്നു. 38-ാമതായിട്ട് പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള വഖഫുകൾ ഉണ്ടായിരുന്നു. 39 മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം വഖഫുകൾ ഉണ്ടായിരുന്നു. 40 തോടുകള്, പുഴകള് വികസിപ്പിക്കാനും വൃത്തിയാക്കാനും മാത്രം വഖഫ്. അതേപോലെ തന്നെ 41 ഹറമിലെ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വഖഫ്. ഇതൊക്കെ നമ്മൾ അവിടെ പോയാൽ കാണുന്ന ഒക്കെ ഒരു വഖഫിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് എന്ന് പറഞ്ഞാല് കണ്ടമാനം വഖഫ് സ്വത്തുക്കൾ ഇസ്ലാമിക സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഇമാം നബവി, ഞാൻ ഇപ്പൊ നിർത്തും, ഇമാം നബവി എന്ത് ചെയ്തു? ഇമാം നബവി ഡമാസ്കസിലെ അദ്ദേഹം പറയാണ്, ഡമാസ്കസിലെ പഴങ്ങളും പച്ചക്കറികളും അതുപോലുള്ള സാധനങ്ങൾ അദ്ദേഹം ഭക്ഷിക്കാറുണ്ടായിരുന്നില്ല. ഇമാം നബവി എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബിലെ 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭനായ മഹാനായ പണ്ഡിതനാണ് ഇമാം നബവി. അദ്ദേഹം ഡമാസ്കസിലെ പഴങ്ങളും പച്ചക്കറികള് അതേപോലുള്ള സാധനങ്ങളൊന്നും കഴിക്കാറില്ല. എന്താ അദ്ദേഹം അതിന് പറഞ്ഞ കാരണം എന്നറിയോ? അദ്ദേഹം പറഞ്ഞത്, ഡമാസ്കസിലെയും പരിസര പ്രദേശങ്ങളിലെയും അധിക ഭൂമികളും അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണ്.
വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിലെ ആദായങ്ങൾ, അതിലെ എന്താ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഞാൻ തിന്നു പോകുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രണ്ട് കാര്യമുണ്ട്. വഖഫിൽ നിന്നുള്ള സാധനം തിന്നരുത് എന്നുണ്ട്. രണ്ടാമത്തത്, അതിന് മാത്രം ഭൂനിലങ്ങൾ ഈ വിഷയത്തിൽ വഖഫ് ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. 42-ാമത്തത്, കോട്ടകൾ ഉണ്ടാക്കാൻ വേണ്ടി, ശത്രുക്കളെ നേരിടാൻ ആവശ്യമായ കോട്ടകൾ ഉണ്ടാക്കാൻ വേണ്ടി വഖഫ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ തുറന്ന ഭക്ഷണശാലകൾ, പൊതുഭക്ഷണശാലകൾ ആർക്കും വന്ന് തിന്നു പോകാം. അതിന് തക്കിയ എന്നാ പറയാ. തക്കായ എന്ന് പറയും. തക്കിയ എന്നതിന്റെ ബഹുവചനാണ് തക്കായ എന്ന് പറഞ്ഞാല് ഒരു പട്ടണത്തില്, നഗരത്തില്, ഒരു പ്രദേശത്തെ സാമൂഹികമായ അടുക്കള എന്ന് നമ്മൾ പറയില്ല എന്നതുപോലെ സാമൂഹികമായി ആളുകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഭക്ഷണ സംവിധാനങ്ങൾ. അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പുരാവസ്തുക്കൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വഖഫുകൾ, അവയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകം വഖഫുകൾ. ഇങ്ങനെ ഒരുപാട് തടവുകാരായ ആളുകളെ മോചിപ്പിക്കാൻ വഖഫ് ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ തടവുകാരായ ആളുകളുടെ കുടുംബക്കാർക്ക് ഈ തടവിലാണ് എന്നതുകൊണ്ട് ജീവിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ തടവുകാരായ ആളുകളുടെ ബന്ധുക്കൾക്ക് ജീവിത നിലവാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പണം ചെലവഴിക്കാൻ വഖഫ്. ഇങ്ങനെ ഒരു 45 ഇനങ്ങൾ നമുക്ക് മൊത്തത്തിൽ പരിശോധിച്ചാൽ, 45 അല്ല, ധാരാളം വേറെ ഉണ്ട്. ഞാൻ തൽക്കാലം അതിൽ മതിയാക്കിയതാണ്. ഈ പറഞ്ഞ 45-ല് ഏറി വന്നാൽ പള്ളി, മദ്രസ, പിന്നെന്താണ് യത്തീം ഖാന, ഈ 2-3 കാര്യങ്ങൾ വെച്ച് ബാക്കി പറഞ്ഞതൊക്കെ നമുക്ക് അത്ര പരിചയമില്ലാത്ത. അപ്പൊ അതിന്റെ അർത്ഥം, ഇസ്ലാമിലെ വഖഫ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വികസിച്ച് ഇതിൽ തന്നെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അമുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഇതിന്റെ ഗുണങ്ങൾ കിട്ടിയിരുന്നു. അത് നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇത്രയും വികസിച്ച് നിൽക്കുന്ന ഒരു വലിയ സംഭവമാണ് വഖഫ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യമാണ് പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. വിശദമായ കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വായിച്ച് മനസ്സിലാക്കുക. സൂചനകൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഏതായിരുന്നാലും ഇത്രയും വലിയ മഹത്തായ ഒരു സംഭവമാണ് ഇത് എന്നതുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇതിനോട് ഭയങ്കരമായ അലർജി ഉണ്ട്, വെറുപ്പുണ്ട്. ഇസ്ലാമിക സമൂഹം തന്നെ നിലനിന്ന് പോരുന്നതിന്റെ, അവരുടെ ശാക്തീകരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഇനം ഇതാണ് എന്നതുകൊണ്ട് അവർക്കൊക്കെയും നമ്മോട് എന്തുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതാണ് ഈ വഖഫിനെതിരിൽ നടക്കുന്ന ഗൂഢാലോചനയുടെ പ്രധാനപ്പെട്ട മർമ്മം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തിന് ഈ മേഖലയിൽ കൂടുതലായി പ്രവർത്തിക്കാൻ നമുക്കൊക്കെ സാധ്യമാകുമെങ്കിൽ ആ രീതിയിൽ പങ്കുവയ്ക്കാനുള്ള ഒരു തൗഫീഖ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് കൂടുതൽ അതിൽ പങ്കുവയ്ക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.